കഴിഞ്ഞ ദിവസമായിരുന്നു നടി റെബേക്ക സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതിലൂടെ തന്നെ പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ വളരെയധികം ഇപ്പോൾ പ്രാർത്ഥിച്ച് റെബേക്കയുടെ നായയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. എന്നാൽ റെബേക്ക മോട്ടുവിനെ കാണാതായപ്പോൾ തന്നെ പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയ സമയത്താണ് അശ്രദ്ധ കാരണം ഗേറ്റ് തുറന്നു വയ്ക്കുകയും അവിടുന്ന് ഈ ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട മോട്ടു എന്ന നായ ഇറങ്ങി ഓടുകയും ചെയ്തത്. പിന്നാലെ അന്വേഷിച്ചു പോയെങ്കിലും ഒരാൾ മോട്ടുവിനെ എടുത്തോണ്ട് പോവുകയായിരുന്നു ചെയ്തത്. മോട്ടു ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്ന് പിന്നീട് റെബേക്കയുടെ അരികിലേക്ക് കൊണ്ടേൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ തിരികെ കിട്ടിയതെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ആ പള്ളിയിൽ നേർച്ച നേർന്നത് നടത്തിയിരിക്കുകയാണ് താരം. പള്ളിയിൽ കുരിശ് എഴുന്നള്ളത്തിന് കൂടെ പോകാമെന്നും അതിനുവേണ്ടിയുള്ള നേർച്ചകളെല്ലാം ചെയ്യാമെന്നുമായിരുന്നു. എൻ്റെ മോട്ടുവിനെ ലഭിച്ചാൽ മതി എന്ന് മാത്രമായിരുന്നു റെബേക്കയുടെ പ്രാർത്ഥന. എന്നാൽ റെബേക്ക പ്രാർത്ഥിച്ചതുപോലെ തന്നെ മോട്ടുവിനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചും ലഭിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ റെബേക്ക. ഇതിനു മുൻപ് പലർക്കും ഷിറ്റ്സുവിനത്തിൽപ്പെട്ട നായയെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും തന്നെ തിരികെ ലഭിച്ചിട്ടില്ല. എന്നാൽ അതുകൂടെ ആയപ്പോൾ റെബേക്കയ്ക്ക് വല്ലാത്ത ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റെബേക്ക അത്തരത്തിൽ നേർന്നതും. അത് പ്രേക്ഷകരെല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഇത് മോട്ടുവിന് വേണ്ടിയാണ്. എത്ര വെയിലുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ നേർച്ച നേർന്നതാണ്. അവന് വേണ്ടി ഞാൻ അത് ചെയ്യും. എന്നാൽ ഇപ്പോൾ റെബേക്ക എല്ലാവരോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ഒരു സാധാരണ ആളെ പോലെ തന്നെ അവിടെ നിന്ന് മോട്ടുവിന് വേണ്ടിയുള്ള എല്ലാ നേർച്ചകളും ചെയ്യുന്നു. അതീവ ചൂട് തന്നെയാണ് ഇപ്പോൾ റെബേക്കയുടെ നാട്ടിൽ. റെബേക്ക നാട്ടിലാണ് നിൽക്കുന്നത്. റെബേക്കയുടെ നാട്ടിലെ പള്ളിയിലാണ് ഇപ്പോൾ നേർച്ച നടത്തിയിരിക്കുന്നതും. ഇപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് റെബേക്കയ്ക്കുണ്ട്. എന്നാൽ മോട്ടുവിനെ തിരിച്ചു തന്നതാണ്, ഞാൻ നേർന്നതാണ്, അത് മോട്ടുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പ്രശ്നമല്ല എന്നാണ് റെബേക്ക പറയുന്നത്. കൊട പിടിച്ചിട്ടും വീർത്തൊഴിക്കുകയാണ് റെബേക്ക അവിടെ. എന്നിട്ടും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു തന്നെയാണ് റെബേക്ക നിൽക്കുന്നത്. അതെല്ലാം തന്നെ റെബേക്കയുടെ ഇഷ്ടമാണ്. റെബേക്കയ്ക്ക് മോട്ടുവിനെ അത്രയേറെ ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് റെബേക്ക അത്തരത്തിലൊരു തീരുമാനം എടുത്തതും. എപ്പോൾ എനിക്ക് മോട്ടുവിനെ കിട്ടിയാലും ഞാൻ ഈ നേർച്ച പൂർത്തിയാക്കും എന്നായിരുന്നു റെബേക്ക പറഞ്ഞത്. അത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മോട്ടുവിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരു നേർച്ചയുടെ ഫലമായി, അല്ലെങ്കിൽ റെബേക്ക പ്രാർത്ഥിക്കുന്ന റെബേക്കയുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഫലമായി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റെബേക്ക പങ്കുവയ്ക്കുന്ന പോസ്റ്റും സോഷ്യൽ മീഡിയയിലെ പ്രധാനമായ കാര്യങ്ങളുമായി ഇത് മാറി. കഴിഞ്ഞ ദിവസം റെബേക്ക കരഞ്ഞ് പങ്കുവച്ച വീഡിയോ വളരെയധികം തന്നെ വൈറലാവുകയും ഇത് കണ്ട് ഭക്ഷണം കഴിക്കാത്ത ആ നായയെ തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു എടുത്തുകൊണ്ട് പോയവർ എന്ന് പിന്നീട് റെബേക്ക പോസ്റ്റുമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.